بالله السميع العليم ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون بسم الله الرحمن الرحيم. കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസ് 34 എന്താ പഠിച്ചത്? അൽ ബഖറ സൂറത്തിൽ 31, 32, 33 ആയത്തുകൾ പറഞ്ഞില്ലേ? 31ാമത്തെ ആയത്ത് وعلم آدم الأسماء كلها ثم عرضهم على الملائكة. بسم الله الرحمن الرحيم. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. أرتم وعلم آدم الأسماء. അല്ലാഹു ആദമിന് സകല വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് അവയെ മലക്കുകൾക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങൾ വിചാരിച്ചത് സത്യമാണെങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളുടെ നാമങ്ങൾ പറഞ്ഞു തരിക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളുടെയൊക്കെ നാമങ്ങളൊന്ന് പറയുക എന്നാണ് അല്ലേ? ആദമിനെ സൃഷ്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അള്ളാഹു മലക്കുകളുമായി ആ വിഷയം ചർച്ച ചെയ്തപ്പോ മലക്കുകൾ പറഞ്ഞെന്താണ്? എന്താ പറഞ്ഞത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അവിടെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ഭൂമിയാകെ താറുമാറാക്കി രക്തം ചിന്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു വിഭാഗത്തെ നീ പടച്ചുവിടുകയാണോ അവിടെ? നിനക്ക് തസ്ബീഹും തഖദീസും ഒക്കെ ചെയ്യാനാണെങ്കിൽ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനാണെങ്കിൽ, നിന്നെ സ്തുതിക്കാനാണെങ്കിൽ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഒരഭിപ്രായം മലക്കൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പം മലക്കളോട് അള്ളാഹു പിന്നെ പറയാനുണ്ട്, എല്ലാ ഇസ്മുകളും എല്ലാ വിഷയങ്ങളൊക്കെ അള്ളാഹു ആദം അലൈഹി സ്വലാമിനെ പഠിപ്പിച്ച ശേഷം എന്ത് ചെയ്തു? ഈ സാധനങ്ങളുടെ ഒക്കെ മലക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇത് പേരുകളൊക്കെ പറയാൻ പറഞ്ഞു. അപ്പൊ എന്താണ് അവർ പറഞ്ഞത്? അടുത്ത ആയത്ത് ഉപയോഗം قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, അപ്പോൾ അവർ ബോധിപ്പിച്ചു, എന്താണ് പറഞ്ഞത്? പൂർണ്ണമായി പരിശുദ്ധമായി സത്യം നിന്റേത് മാത്രമാകുന്നു. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിപൂർണമായി പരിശുദ്ധമായ സത്ത നിന്റേത് മാത്രമാകുന്നു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. എന്താ ലാ ഇൽമ ലനാ? ഞങ്ങൾക്ക് അറിവില്ല. ഇല്ലാ മാ അല്ലംതനാ, എല്ലാം അറിയുന്നവനും ഇല്ലാ മാ അല്ലംതനാ. ഇന്നക അൻതൽ അലീമുൽ ഹകീം അല്ലേ? ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ. അല്ലമാറ എന്താണ്? അല്ലമാറ എന്താ? പഠിപ്പിച്ചു. അല്ലംതാന്ന് പറയുമ്പോൾ നീ പഠിപ്പിച്ചു. അല്ലംതനാ, ഞങ്ങളെ നീ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതല്ല, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കതറിയില്ല. ഈ ഇതിന്റെ പേരുകളൊന്നും ഞങ്ങൾക്കറിയില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നിശ്ചയം നീ എല്ലാം അറിയുന്നവനും ജ്ഞാനിയുമാണ് എന്ന് പറഞ്ഞു. അടുത്ത ആയത്ത് അങ്ങനെ മലക്കുകൾ കയ്യൊഴിഞ്ഞു അല്ലേ? മലക്കുകൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല. ഖാല, അടുത്ത ആയത്തിൽ ഖാല യാ ആദം أنبئهم بأسمائهم فلما أنبأهم بأسمائهم
تكتمون അർത്ഥം പറഞ്ഞു. അള്ളാഹു ആദമിനോട് പറഞ്ഞു, ഈ വസ്തുക്കളുടെ നാമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആദം അവർക്ക് ആ വസ്തുക്കളുടെ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു അരുളി, ആകാശഭൂമികളിലുള്ള അദൃശ്യ യാഥാർത്ഥ്യങ്ങളൊക്കെയും ഞാൻ അറിയുന്നുവെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വെക്കുന്നതും ഞാൻ അറിയുന്നുവെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഖാലാലം അഖുല്ലകും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ഈ പേരുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പേരുകളും ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെ പേരുകളും വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരുടെ പേരുകളും എല്ലാം ഉൾപ്പെടും. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സിഫാത്തുകൾ ഇതെല്ലാം ഉൾപ്പെടുമെന്നാണ് നമ്മൾ തഫ്സീറിൽ കണ്ടത് അല്ലേ? ഇനി ഈ ആയത്ത് പറഞ്ഞപ്പോൾ നമ്മൾ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ആ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യാതൊരു അല്ലേ വൃത്തിയത് അല്ലേ? എന്തായിരുന്നു ആ ഹദീസ്? അന്ത്യനാളിൽ എല്ലാ മുഅ്മിനുകളും കൂടി ചേർന്നിട്ട് ഈ മഹ്ശറിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു ശുപാർശകനെ കണ്ടെത്താം. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യം ശുപാർശ ചെയ്യാൻ വേണ്ടി ആരത്തെയും പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ സമീപിക്കും. ആദം നബിന്റെ അടുത്ത് ആദ്യം പോകും അല്ലേ? പിന്നീട് അപ്പൊ ആദം നബി എന്ത് ചെയ്യും? ആദം നബി മുമ്പ് ചെയ്ത ഒരു തെറ്റ്, അമ്പിയാക്കൾ മാസൂമികളാണ്, എന്നാലും ചെറിയ വ്യതിയാനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയത് ഖുർആനിൽ പറഞ്ഞു അല്ലേ? അത് അപ്പൊ തന്നെ അവർക്ക് അള്ളാഹു ഹിഫ്ളാക്കി, അള്ളാഹു അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തി, അള്ളാഹു അവർക്ക് മാപ്പാക്കിയ കാര്യങ്ങളാണ്. എങ്കിൽ പോലും അവർ ആ കാര്യങ്ങളിൽ അവരത്രയും മുത്തഖികളായത് അമ്പിയാക്കളായതുകൊണ്ടും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും അവരെന്ത് ചെയ്യും? അതിൽ ആകെ ബേജാറായിട്ടിരിക്കും. അപ്പം ആദം നബി ചെയ്ത കാര്യം എന്താണ്? ആദം നബിയോട് ചെയ്ത പ്രശ്നം എന്താ? ആദം നബിയോട് എന്ത് പറഞ്ഞു? സ്വർഗത്തുനിന്ന് അവർക്ക് പറയാം, ഒരു മരത്തിലെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു സ്വർഗത്തിൽ അല്ലേ? പക്ഷെ ആദം നബിയും ഹവ്വാ ബീവിയും ആദം നബിന്റെ ഭാര്യ നമ്മുടെ ആദ്യത്തെ ഉമ്മ അല്ലേ ആ പഴം കഴിച്ച്. അപ്പൊ ആ വിഷയം ഇബ്ലീസിന്റെ പ്രേരണയിലാണ് അങ്ങനെ ചെയ്ത്, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അല്ലേ? അപ്പൊ ആ വിഷയത്തിൽ ആകെ ഞാൻ ബേജാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മുഅ്മിനുകളായ ആളുകൾ ആദം നബിന്റെ അടുത്ത് ചെന്ന് പറയുമ്പം ആദ്യം പറയുന്നത് എന്താണ്? പിന്നെ താങ്കൾ അന്ത അബുന്നാസ് ഖലഖക്കല്ലാഹ് ബിയദിഹി വഅസ്ജദ ലക മലായികതഹു വഅല്ലമക അസ്മാഅ കുല്ലി ശൈ ഫശ്ഫഅ ലനാ ഇൻദ റബ്ബിക ഹത്താ യുരീഹനാ മിൻ മകാനിനാ ഹാദാ. അന്ത അബുന്നാസ്, താങ്കൾ എല്ലാ മനുഷ്യരുടെയും പിതാവാണ്, ഞങ്ങളുടെ ഒക്കെ വാപ്പയാണല്ലോ. ഖലഖക്കല്ലാഹ്, താങ്കളെ അള്ളാഹു സൃഷ്ടിച്ചു. ബിയദിഹി, അവന്റെ കൈ കൊണ്ട്, അള്ളാഹു നേരെ സൃഷ്ടിച്ചു. വഅസ്ജദ ലക, അള്ളാഹു സുജൂദ് ചെയ്യിപ്പിച്ചു. ലക, താങ്കൾക്ക്. ആരെ? മലായികതഹു, അവന്റെ മലക്കുകളെ. വഅല്ലമക, അവിടെയാണ് നമ്മുടെ വിഷയം. വഅല്ലമക, താങ്കളെ പഠിപ്പിച്ചു. അസ്മാഅ കുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും പേര്. ഫശ്ഫഅ ലനാ ഇൻദ റബ്ബിക്, അതുകൊണ്ട് താങ്കളുടെ നാഥൻ അതായത് അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യൂ. ഹത്താ യുരീഹനാ മിൻ മകാനിനാ ഹാദാ, ഇവിടുന്ന് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടു പോവാൻ, ഇവിടുന്ന് നീക്കം നീക്കിട്ടാണ് ഈ മാഷറയിൽ കൊടും ചൂടിൽ അല്ലേ വിചാരണ. ഇത് എന്താണ് അവസ്ഥ എന്നറിയാതെ നിൽക്കുക ആൾക്കാർ. എന്താവും അവസ്ഥ? സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊക്കെ ഹിസാബ് എന്താവും എന്നുള്ളത് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോ ഈ സുജൂദ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? അത് അളമത്തിന്റെ അല്ലെങ്കിൽ അഭിവാദ്യത്തിന്റെ സലാമിന്റെ സുജൂദാണ്, തഹിയ്യത്തിന്റെ സുജൂദാണ്, അല്ലാതെ ഇബാദത്തിന്റെ സുജൂദല്ല. പക്ഷെ തഹിയ്യത്തിന്റെ സുജൂദ് മുൻകാലങ്ങളിൽ പഴയ ഉമ്മത്തുകളിൽ അത് അനുവദനീയമായിരുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ നമ്മൾ വായിച്ചു അല്ലേ, പഠിച്ചു അല്ലേ? പക്ഷേ ഇപ്പൊ നമുക്ക്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ എന്ത് അനുവദനീയമല്ല? സുജൂദ് അനുവദനീയം ആണോ? അല്ല, അനുവദനീയമല്ല. കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറഞ്ഞു അല്ലേ? മുആദ് റളിയല്ലാഹു അൻഹു ഷാമിൽ പോയപ്പോ അവിടുത്തെ പുരോഹിതന്മാർക്കും അവരുടെ ഉലമാക്കൾക്കൊക്കെ അവര് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെ തിരിച്ചു വന്നു നബിന്റെ അടുത്ത് വന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ് എന്ത്, അവിടെ പുരോഹിതന്മാർക്കൊക്കെ അവര് സുജൂദ് ചെയ്യുന്നുണ്ട്, താങ്കൾ അള്ളാഹുവിന്റെ അബ്ദും അള്ളാഹുവിന്റെ റസൂലും ആണല്ലോ, താങ്കളാണ് സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും യോഗ്യൻ അത് എന്ന് പറഞ്ഞപ്പോ, അതായത് ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കണം. ആർക്ക്? നബിക്കേ. അപ്പൊ നബി എന്താ പറഞ്ഞു? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അത്രക്ക് അവകാശങ്ങൾ ഭർത്താവിന് ഭാര്യയുടെ മേലുണ്ട് എന്നുള്ള രൂപത്തിൽ. ഭാര്യന്റെ മേലിൽ ഭർത്താവിനും ഭർത്താവിന്റെ മേലിൽ ഭാര്യക്കൊക്കെ അവകാശങ്ങളുണ്ട്. അതൊക്കെ വിശദമായിട്ട് പഠിക്കാം. ശരി. അപ്പൊ പിന്നെ അത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുജൂദ് അളമത്തിന്റെ സുജൂദാണെങ്കിലും തഹിയ്യത്തിന്റെ സുജൂദാണെങ്കിലും ഇപ്പൊ അന്തിമ ശരീഅത്ത് എന്ന് പറയുന്നത്, ഫൈനൽ ശരീഅത്ത്, ഇസ്ലാമിന്റെ അന്തിമ രൂപം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമാണ്. ആ ഇസ്ലാമിൽ ഇനി അത് വന്നതോടുകൂടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അതിന് മുമ്പുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം എന്ത് ചെയ്തു? ദുർബലപ്പെട്ടു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പാടില്ല? സുജൂദ് അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. മുൻകാലത്തുള്ള ഉമ്മത്തുകളിൽ അത് അനുവദനീയമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മനസ്സിലായില്ല? അങ്ങനെ ആ വിഷയങ്ങൾ പറഞ്ഞു. ആദ്യം നബി എന്ത് പറയും? എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങളല്ലാതെ നൂഹ് നബിന്റെ അടുത്ത് പോയി നോക്കി. അദ്ദേഹം നൂഹ് നബി അലൈഹിസ്സലാം അവർകൾ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച ആദ്യത്തെ റസൂലാണ്. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നബിമാരെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് നബിമാരുണ്ട്. 1,24,000 2,24,000 അഭിപ്രായമുണ്ട്. റസൂലുമാര് മുർസലീങ്ങൾ, അള്ളാഹുവിന്റെ മുർസലീങ്ങൾ എത്ര ഉള്ളൂ? 313 അത്ര മുർസലീങ്ങളെ ഉള്ളൂ അല്ലേ? പിന്നെ ഖുർആനിൽ പറയപ്പെട്ട നബിമാരുടെ പേരുകൾ 25 പേരുണ്ട്. അവരൊക്കെ മുസ്ലിങ്ങളാണ്. ഖുർആനിൽ പറയപ്പെട്ട പിന്നെ ഉലുൽ അസ്മുകളായിട്ടുള്ള 5 പേരുണ്ട്. അതിൽപ്പെട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ അലൈഹി സ്വലാം, മൂസാ അലൈഹി സ്വലാം ഒക്കെ. അപ്പൊ നൂഹ് നബിയുടെ കഥ എന്ന് പറഞ്ഞാൽ, നൂഹ് നബി ആണ് ലോകത്തേക്ക് ഒരു ശരീഅത്ത് കൊണ്ടുവന്ന ഒരു ശരീഅത്ത് കൊണ്ടുവന്ന ആദ്യത്തെ റസൂലും നബിയും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, എല്ലാ റസൂലുമാരും നബിമാരാണ്, പക്ഷെ എല്ലാ നബിമാരും റസൂലുമാരല്ല. നബി എന്ന് പറയുന്നത് മുൻകാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ, മുൻകാലത്തൊരു നബി കൊണ്ടുവന്ന നിയമം, അള്ളാഹു അതിന്റെ കൽപ്പന പ്രകാരം കൊണ്ടുവന്ന ഒരു നിയമം, അത് തന്നെ വീണ്ടും പ്രചരിപ്പിക്കുക, അത് തന്നെ അനുവർത്തിക്കുക, അങ്ങനെയുള്ള പിന്നെ അത് മാത്രമല്ലെങ്കിൽ നബിയാണ്. ഇത് വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരും തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടാത്തവരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അവ്വലു റസൂലിൻ ബഅസഹുല്ലാഹ് ഇലാ അഹ്ലിൽ അർദ് നൂഹ് അലൈഹിസ്സലാം. അപ്പൊ നൂഹ് അലൈഹിസ്സലാമിലേക്ക് നിങ്ങൾ പോവുക, നൂഹിന്റെ അടുത്ത് സമീപിച്ചു നോക്കി എന്ന് പറഞ്ഞു. ഫയതൂന, അവര് എല്ലാവരും കൂടെ ആവണം ചെല്ലും. ഫയഖൂൽ, അപ്പം നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. എന്ത്? ലസ്തു ഹുനാക്കും, നിങ്ങൾ ഇവിടെ അല്ല വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാര്യം പറയാൻ വയ്യ. തനിക്ക് നൂഹ് നബി തനിക്ക് പിന്നെ അയിമില്ലാത്തൊരു കാര്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യം, ഒരു സംഭവം സംബന്ധിച്ച് ഓർക്കും, അത് റീകോൾ ചെയ്യും, അത് ഓർമ്മിക്കും. അങ്ങനെ ആ കാര്യത്തിൽ ബേജാറായി, ആ കാര്യത്തിൽ അപ്പം അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് ലജ്ജയാണ് എന്ന അർത്ഥത്തിൽ അതിൽ ബേജാറായിട്ടിരിക്കുകയാണ്. അപ്പൊ യഖൂൽ, അപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം പറയുന്നത് ഖലീൽ റഹ്മാൻ, നിങ്ങൾ ഖലീൽ റഹ്മാന്റെ അടുത്ത് പോകും. ഖലീൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി അല്ലേ? മക്കളാണ്. അൽ ഇസ്മായിൽ വിഭാഗത്തിൽ ഇസ്മായില്യരാണ്, അറബികളായി. ആ അറബികളിൽ നിന്നാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീൻ, നമ്മുടെ നബി വന്നത്. നമ്മുടെ എല്ലാ നബിമാരിലും വിശ്വസിക്കണം, ശരിയല്ലേ? പക്ഷെ അന്ത്യപ്രവാചകൻ ഖാത്തമുൻ നബിയീൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാഖ് നബിയുടെ
പിന്മുറക്കാരായിട്ട് വന്ന് അതിൽപ്പെട്ട ഒരു നബിയാണ് യാക്കൂബ് നബി. ഇസ്ഹാഖ് നബിയുടെ സന്തതി യാക്കൂബ് നബി. യാക്കൂബ് നബിന്റെ ഒരു പേരായിരുന്നു ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ മക്കൾ ബനി ഇസ്രായേൽ എന്നറിയപ്പെടും. ബനു ഇസ്രായേലിൽ വന്ന നബിമാരാണ് മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ഒക്കെ അല്ലേ. മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട കിതാബ് ഏതാ അറിയില്ലേ? തൗറാത്ത്. ഏതാ? തൗറാത്ത്. ദാവൂദ് നബിക്ക് സബൂർ, ഈസാ അലൈഹിസ്സലാമിന് ഇൻജീൽ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ ഖുർആൻ. അപ്പൊ നിങ്ങൾ ഖലീൽ റഹ്മാൻ അടുത്ത് പോയി. അപ്പൊ പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല. എന്ത് നിങ്ങൾ ഇവിടെ അല്ല വരേണ്ടിയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എനിക്ക് കഴിയില്ല. എന്നിട്ട് പറയും മൂസ അബ്ദൻ കല്ലമഹുല്ലാഹ് വഅതാഹു തൗറാത്ത്. മൂസ, നിങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയി. അബ്ദൻ കല്ലമഹുല്ലാഹ്, മൂസ അലൈഹി ഇസ്ലാമിന്റെ പറ്റിയ പ്രത്യേകത എന്താണ്? കല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച നബിയാണ് ആര്? മൂസ അലൈഹി ഇസ്ലാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടെന്നും അഭിപ്രായമുണ്ട്. കണ്ട് നേരിട്ട് സംസാരിച്ചു, മുനാജാത്ത് നടത്തിയത്. കണ്ടിട്ടില്ല എന്നൊരു വീക്ഷണവും ഉണ്ട്. മിഅ്റാജിന്റെ രാത്രിയിൽ ഇസ്രായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനുമായിട്ട് മുനാജാത്ത് നടത്തിയത്. അപ്പോഴാണ് എന്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അല്ലേ? നിസ്കാരം 5 വക്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് കൊടുത്തത്. അവർക്കൊക്കെ കൊടുത്തു. ആര്? മൂസ അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട് തൗറാത്ത്. എന്ത് കൊടുത്തിട്ടുണ്ട്? തൗറാത്ത് വേദഗ്രന്ഥം. തോറ. ഇപ്പൊ നിലവിലുള്ള തൗറാത്ത് എന്ന് പറയുന്നത്, തോറ എന്ന് പറയുന്നത് കറക്റ്റ് തൗറാത്തല്ല, അതിന്റെ കറക്റ്റ് വേർഷൻ അല്ല, കറക്റ്റഡ് വേർഷനാണ്. കറക്റ്റ് ആയിട്ടുള്ള വേദഗ്രന്ഥം എന്ന് പറഞ്ഞാല് ഖുർആൻ, അതേപടി ഉള്ളത് ഖുർആൻ മാത്രമേ നിലവിലുള്ളൂ. ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ അതിന്റെ അനുയായികൾ അവരുടെ നബിമാരുടെ കാലശേഷം മാറ്റിത്തിരുത്തലുകൾ വരുത്തി. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യും? മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകും. فيقول على موسى عليه السلام لست هناكم فيذكر قتل النفس بغير نفس فيستحي من ربه فيقول ائتوا عيسى عبد الله ورسوله وكلمة الله وروحه فيقول لست هناكم എനിക്ക് കഴിയില്ല, നിങ്ങൾ ഇവിടെ നില്ല, നിങ്ങൾ ഫയദ്കുറു. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അവർകൾ ഓർമ്മിക്കും ഒരു കാര്യം ഇങ്ങനെ ഓർമ്മിക്കും. എന്ത്? ഖത്ല النفس بغير نفس فيستحي من ربه. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം. മൂസ അലൈഹി ഇസ്ലാം ചെറുപ്പക്കാരനായിരുന്നപ്പം ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവം അങ്ങനെ ഓർത്തു പോകും മൂസ അലൈഹി ഇസ്ലാം. എന്നിട്ട് അത് പറയും എന്ത് ഈ ഒരു നഫ്സിനെ ഒരാൾ മറ്റൊരാളെ കാരണം കൂടാതെ, ഇസ്ലാമികമായ കാരണം കൂടാതെ കൊല്ലാൻ പാടില്ല. ഇസ്ലാമികമായ കാരണം ഒക്കെ പറഞ്ഞാല് ഒരാളെ കൊന്നതിന് പകരമായിട്ട് ജഡ്ജി, ഇസ്ലാമിക ഭരണകർത്താവ്, ഒരു ഭരണകർത്താവ് കോടതി വിധിക്കുകയാണ്. മറ്റേ ഒരാൾക്ക് കൊലക്ക് പകരം കൊല വിധിക്കുകയാണ്, ശിക്ഷയായിട്ട് വധശിക്ഷ വിധിക്കുകയാണ്. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അല്ലാതെ ഒന്നും എന്ത് പാടില്ല, ഒരാള് മറ്റൊരാൾ കൊല്ലാൻ പാടില്ല. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ കേസിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. അത് ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. എങ്കിലും മൂസ അലൈഹി ഇസ്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ വംശത്തിലായിരുന്നു. ആ മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേൽ വംശത്തിൽ ജീവിക്കുന്ന കാലത്ത് അവിടെ മിസ്ർ, ഈജിപ്തില് വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു, ഖിബ്തികൾ. അവർക്കായിരുന്നു അധികാരം. അവരുടെ അടിമകളെ പോലെയായിരുന്നു ആര് കഴിഞ്ഞുകൂടിയിരുന്നത്? ഇസ്രായേലിയർ. ഇസ്മായിലിയരല്ല, ഇസ്മായിലിയർ അറബികളാണ്. അപ്പൊ ഇസ്രായേലിയർ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു ഖിബ്തിയും ഒരു ഇസ്രായേലിയും തമ്മിൽ ഒരു സംഘടന, ഒരു ഫൈറ്റിംഗ്, ഒരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേലി ആയ തന്റെ സഹോദരനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഖിബ്തിയെ ഒരു ഇടി കൊടുത്തു. പക്ഷെ ആ ഇടിയിൽ അയാള് എന്ത് ചെയ്തു? മരിച്ചുപോയി. അയാളെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തല്ല. എങ്കിലും ഈ ചെയ്തത് ഒരു അബദ്ധമായി എന്നുള്ള നിലയിൽ പിന്നെ ആ വിഷയത്തിൽ ആകെ ഒരു ബേജാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഷഫാഅത്ത് ചെയ്യുന്നില്ല, നിങ്ങളെല്ലാവരും ആരെടുത്ത് പോകണം? ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകും. നിങ്ങളെല്ലാവരും
ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പോ, അബ്ദല്ലാഹ് അള്ളാഹുവിന്റെ ദാസൻ, അള്ളാഹുവിന്റെ അടിമയും, വറസൂലഹു അള്ളാഹുവിന്റെ ദൂതരും, വകലിമത്തല്ലാഹി അള്ളാഹുവിന്റെ വചനവും, വറൂഹഹു അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവും. ആര്? അങ്ങനെയുള്ള ഈസാ അലൈഹി സ്വലാമിന്റെ അടുത്ത് പോകുന്നു. കലിമത്തുല്ലാഹ് റൂഹുല്ലാഹ് എന്നൊക്കെ ഈസാ അലൈഹി സ്വലാമിന്റെ ഒരു എന്താണ് വിശേഷണങ്ങളാണ്. കലിമത്ത് അള്ളാഹുവിന്റെ കുൻ, അള്ളാഹുവിനെ ഒരു കാര്യത്തെ സൃഷ്ടിക്കണമെങ്കിൽ, ഒരു വസ്തുവിനെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് കുൻ ഒരു വാക്ക് മതി അല്ലേ? അപ്പം നമ്മളെല്ലാവരും അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവർ തന്നെയാണ്. ആദം അലൈഹി സ്വലാമിന്റെ സന്തതികളാണ്. ഈസാ അലൈഹി സ്വലാമും അങ്ങനെ തന്നെ. പക്ഷെ ഈസാ അലൈഹി സ്വലാം ആദമിന്റെ സന്തതി ആ പരമ്പരയിൽ തന്നെ വരുന്നു, മനുഷ്യ വിഭാഗത്തിൽ തന്നെയാണ്. എങ്കിലും ഈസാ അലൈഹി സ്വലാം പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട്. ആദം അലൈഹി സ്വലാം തന്നെയാണ്. ആദം അലൈഹി സ്വലാമിന് ആദ്യമായിട്ട് പറഞ്ഞല്ലേ, അപ്പം ആദം അലൈഹി സ്വലാം പിതാവ് ഉണ്ടാവില്ല. ആദ്യമായിട്ട് മനുഷ്യനെ നടക്കുമ്പോൾ ഒരു പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ അല്ല ഉണ്ടാകുക. പക്ഷെ അത് ആദ്യ മനുഷ്യൻ. പക്ഷെ ഈസാ അലൈഹി സ്വലാമിന് ഉമ്മയുണ്ട്. പക്ഷെ ഒരു പുരുഷ ബന്ധം ഇല്ലാതെയാണ് ആരുണ്ടായത്? ഈസാ അലൈഹി സ്വലാം ഉണ്ടായത്. മറിയം റളിയല്ലാഹു അൻഹ ആണ് ആരുടെ ഉമ്മ? ഈസാ അലൈഹി സ്വലാം. ഈസാ ബിനു മറിയം എന്നാണ് ഖുർആനിൽ ഈസാ അലൈഹി സ്വലാമിനെ പറയുന്നിടത്തൊക്കെ പലപ്പോഴും പറയുന്നത്. മറിയം റളിയല്ലാഹു അൻഹയുടെ പുത്രൻ. കന്യാമറിയം എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയില്ലേ? കന്യാമറിയം. അപ്പോ മറിയം റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ആണ് ആര്? അപ്പം അള്ളാഹുവിന്റെ പുത്രനല്ലെന്ന്, അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്. എല്ലാ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ വനഫഖ്തു ഫീഹി മിർ റൂഹി, അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് ഊതി. അള്ളാഹുവിൻ്റെതാണ് ആത്മാവ്. ആത്മാവ് അള്ളാഹുവിൻ്റെതാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അള്ളാഹു എന്നർത്ഥമല്ല. പക്ഷെ ഈസാ അലൈഹി സ്വലാമിന്റെ അടുത്ത് പ്രത്യേകം ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് റൂഹുല്ലാഹ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഒരു ബീജസങ്കലനം കൂടാതെ, പിന്നെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലാതെ ഉണ്ടായ അള്ളാഹു ജിബ്രീൽ എന്ന മലക്കിനെ നിയോഗിച്ചു. അങ്ങനെ മലക്ക് ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയം റളിയല്ലാഹു അൻഹയുടെ അടുത്ത് സമീപിച്ചു. അങ്ങനെ ഒരു ഊതി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം അങ്ങനെ ജനിച്ചതാണ് ആര്? ഈസാ അലൈഹി സ്വലാം. അതുകൊണ്ട് റൂഹുല്ലാഹ് എന്ന് പ്രത്യേകമായിട്ട് ആർക്ക് പറയുന്നുണ്ട്? നമ്മളിപ്പോ ഖലീലുല്ലാഹ് എന്ന് പറയുന്ന ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാം. കലീമുല്ലാഹ് ആരാണ്? കല്ലമല്ലാഹു മൂസ തക്ലീമ ആരാണ്? മൂസ അലൈഹി സ്വലാം. അതേപോലെ അപ്പൊ അങ്ങനെ റൂഹുല്ലാഹ് അള്ളാഹുവിന്റെ റസൂലായ ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനാണെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാസൻ എന്നുള്ള അർത്ഥത്തിൽ ദൈവപുത്രൻ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദാസൻ എന്നുള്ള ഒരു രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ജനിച്ച ഒരു രാജ്യത്തിന്റെ പുത്രന്മാരെന്നൊക്കെ. പക്ഷെ അള്ളാഹു ആണ് എന്ന അർത്ഥത്തിലാണ് അവർ പറയുന്നത്. ഈസാ അലൈഹി സ്വലാം ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ തൃത്വം, ട്രിനിറ്റി എന്നാണ് അവർ പറയുന്നത്. എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് വിഷയം. ഇത് എന്നാൽ ഈ മൂന്നും കൂടെ ഒന്നാണ്. എന്നാൽ ത്രിയേകത്വം എന്ന ഒരു സിദ്ധാന്തമാണ് അവർ പറയുന്നത്. പക്ഷെ ഖുർആൻ അത് നിഷേധിക്കുന്നുണ്ട്. ഖുർആനിൽ എന്താണ് പറയുന്നത്? ഈസാ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു റസൂലാണ്, അന്ത്യപ്രവാചകനല്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഈസാ അലൈഹി സ്വലാമിന് ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടു. ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം നിലവിൽ ഒറിജിനലില്ല. പിന്നീട് ഈസാ അലൈഹി സ്വലാമിന്റെ കാലശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം അത് പകർത്തിയത് പല രൂപത്തിലും. പിന്നെ അതിൽ പുരോഹിതന്മാർ മാറ്റിത്തിരുത്തലുകൾ വരുത്തി എന്നാണ് ഖുർആനിൽ പറയുന്നത്. മനസ്സിലായില്ലേ? മാറ്റിത്തിരുത്തലുകൾ വരുത്തിയെന്ന് ഖുർആനിൽ പറയുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കൂലല്ലോ. അവര് പറയുന്നത് ഒറിജിനലാണെന്നാണ്. പക്ഷെ ഈ നിലവിൽ പല സുവിശേഷങ്ങളുണ്ട്, പലതും പല രൂപത്തിലുള്ള സുവിശേഷങ്ങളുണ്ട്. അതിൽ അപ്പൊ ഒറിജിനൽ ഇഞ്ചീലും നിലവിലില്ല. എങ്കിലും നമ്മൾ ഇവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നുവെന്നും അവർക്ക് കിതാബുകൾ, വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിരുന്നു എന്നും വിശ്വസിക്കണം. എങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവും. മനസ്സിലായില്ലേ? നമ്മുടെ ഈമാന്റെ ഭാഗമാണ് അമ്പിയാക്കളെ വിശ്വസിക്കുക എന്നുള്ളത്. നമുക്കൊരു പ്രത്യേക വിഭാഗത്തിന്റെ ഇത് മാത്രം വിശ്വസിക്കാം, മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിക്കാറുള്ള പരിപാടി നമുക്കില്ല. ശരി, ആദം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നിരവധി പ്രവാചകന്മാർ വന്നിരുന്നു. ഇന്ത്യയിലും വന്നിട്ടുണ്ടാവും പ്രവാചകന്മാര്. അവരിൽ പലരുടെയും കഥകൾ, പലരുടെയും ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് ഖുർആനിൽ പറയുന്നത് പല നബിമാരുടെയും ചരിത്രം താങ്കൾക്ക് നാം അറിയിച്ചു തന്നിട്ടില്ല എന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പറയുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ അള്ളാഹു ഇറക്കിയ എല്ലാ നബിമാരെയും നമ്മൾ വിശ്വസിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വിവിധ മതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്ത് നബിമാര് മരിച്ച ശേഷം എന്ത് ചെയ്തു? നബിമാര് പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ നിന്ന് മാറിയിട്ട് എന്തു ചെയ്തു? ആളുകൾ നബിമാരെ അങ്ങ് പടച്ചോന്മാരാക്കി, നബിമാരെ ദൈവങ്ങളാക്കി. അങ്ങനെയാണ് പല വിഭാഗങ്ങളായി തിരിഞ്ഞത്. അങ്ങനെ എന്തായാലും മൂസ അലൈഹി ഇസ്ലാം പറയും ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകാൻ പറയും. കാരണം ഈസാ അലൈഹി ഇസ്ലാം റൂഹുള്ളയാണ്, കലിമത്തുള്ളയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നത്. ഫയത്തൂന, അങ്ങനെ എല്ലാവരും കൂടെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകും. ഫയഖൂൽ, അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം പറയും ലസ്തുഹുനാക്കും, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം നിങ്ങൾ ഇവിടെ എല്ലാം മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത എന്തായി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നബിയുടെ ശാപം ഉണ്ടാവും, അള്ളാഹുവിന് ശാപം ഉണ്ടാവും എന്നാണ്. അള്ളാഹുവിന് ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അപ്പൊ നബി ആമീൻ എന്നും പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ പേരിൽ അള്ളാഹുവിന് ശാപം ഉണ്ടാകട്ടെ ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ നബി ആമീൻ എന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയണം. എന്ത് ഈസ, മൂസ, അതേപോലെ അമ്പിയാക്കളുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, അവരുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം രക്ഷയുണ്ടായിരിക്കട്ടെ എന്ന് പറയണം. അബ്ദൻ, മുഹമ്മദ് നബിയെ കുറിച്ച് ഈസാ അലൈഹി സ്വലാം പറയുന്നത് അബ്ദൻ, ഒരു അടിമ, മുൻപും പിമ്പും ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടാണ്. നബി കുറെ പാപം ചെയ്തു എന്നതിന് അർത്ഥമല്ല. ശരി, നബി അമ്പിയാക്കളെല്ലാം മാസൂമികളാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള സ്കരിതങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കി വെച്ചു എന്നാണ്. അള്ളാഹു മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതരാക്കി വെച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കും. ആരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റിപ്പോർട്ട് ഹദീസാണ്. അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും, മുഅ്മിനീങ്ങൾ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകും. അള്ളാഹു എനിക്ക് അനുവാദം നൽകുന്നത് വരെ. അങ്ങനെ അള്ളാഹു എനിക്ക് അനുവാദം നൽകും. എന്തിന്? ഷഫാഅത്തിന് അനുവാദം. ഈ ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിന് അള്ളാഹു ആണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന് ഒരു ശുപാർശ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പെർമിഷൻ, അനുവാദം കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് പോകും. അങ്ങനെ അള്ളാഹു അനുവാദം കൊടുക്കും, ഷഫാഅത്തിന് അനുവാദം കൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഫാഅത്ത് ചെയ്യുന്നതിനെയാണ് ഷഫാഅത്തുൽ ഉദ്മ, ഷഫാഅത്തുൽ കുബ്ര എന്നൊക്കെ പറയുന്നത്. ഷഫാഅത്തുൽ ഉദ്മ നമ്മൾ ബാങ്ക് ഇഖാമത്തിന്റെ ശേഷം ദുആ എന്ത് വർസുഖനാ ഷഫാഅത്തുഹു പറയുന്നു അല്ലേ? اللهم رب هذه الدعوة التامة എന്ന് തുടങ്ങുന്ന ദുആ. അതിൽ വർസുഖനാ ഷഫാഅത്തുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഷഫാഅത്ത് ആരോടാ ചോദിക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നത്. പക്ഷെ ഷഫാഅത്ത് ചോദിക്കുന്ന ആരോടാണ്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. فإذا رأيت ربي, ഞാൻ എൻ്റെ റബ്ബിനെ കാണുമ്പോൾ, വഖഅതു സാജിദാ, ഞാൻ സുജൂദിൽ അങ്ങ് വീഴും. ഞാൻ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ മുമ്പിൽ? അല്ലാഹുവിന്റെ മുമ്പിൽ. ഫയദഉനി മാ ഷാ അല്ലാഹ്, അങ്ങനെ അല്ലാഹു എന്നെ ആ നിലയിൽ ഉപേക്ഷിക്കും. പറഞ്ഞാൽ ആ നിലയിൽ കുറെ സമയം തുടർത്തും. അങ്ങനെ ആ അവസ്ഥയിൽ, സുജൂദിന്റെ അവസ്ഥയിൽ, സുജൂദ് ചെയ്ത ഉടനെ തന്നെ അള്ളാഹു ഉത്തരം കൊടുക്കല്ല, എന്താ ചോദിക്കല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് ഇത്ര സമയം അള്ളാഹു എന്നെ ആ സുജൂദിൽ നിലനിർത്തും. എന്ന് പറയാൻ സുജൂദിൽ എങ്ങനെ വീഴ്ന്നു കിടക്കും. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തോളം സമയം ഞാൻ സുജൂദിൽ കിടക്കും. പിന്നെ എൻ്റെ തല ഉയർത്തി അള്ളാഹുവിനെ പ്രൈസ് ചെയ്യും, അള്ളാഹുവിനെ സ്തുതിക്കും. ഞാൻ അള്ളാഹു എന്നെ പഠിപ്പിച്ച വിധത്തിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, മനസ്സിലായില്ലേ? അള്ളാഹുവിനെ സ്തുതിക്കും. സുമ്മ, പിന്നീട് അഷ്ഫഉ, ഞാൻ ഷഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും. അപ്പൊ ശുപാർശ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ? അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അടുത്ത് ആരും ശുപാർശ ചെയ്യാൻ തരുന്നത്. ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു എവിടെ പറയുന്നു? ആയത്തുൽ കുർസിയിൽ പറയുന്നുണ്ട്. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു, അള്ളാഹുവിന്റെ അടുത്ത്, അവന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരുണ്ട്? പക്ഷെ അതിന്റെ കൂടെ തന്നെ പറയും ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദം കൂടാതെ എന്നാണ്.
അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ അള്ളാഹുവിന്റെ അടുത്ത് ഷഫാത്ത് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഷഫാത്ത് ഉണ്ട് എന്നാണ്. ശരി. പക്ഷെ ഷഫാത്ത് ചോദിക്കേണ്ടത് ആരോടാണ്? ദുആ നമ്മൾ അള്ളാഹുവിനോടാണ് ചെയ്യേണ്ടത്. ഫയഹുദ്ദു ലീ ഹദ്ദൻ ഫഉദ്ഖിലുഹുൽ ജന്ന. അങ്ങനെ ഒരു നിശ്ചിത ആളുകളെ, കുറെ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ എനിക്ക് അനുമതി നൽകും. അപ്പൊ അള്ളാഹു ആണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എങ്കിലും അള്ളാഹു അനുമതി നൽകുന്നു. ആർക്ക് അനുമതി നൽകുന്നു? അപ്പൊ അതാണ് മുൻജിൽ ഖലാഇഖ് മിൻ ജഹന്നമ ഫീ ഗദി. ല്ലേ? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലാഇഖ് മിൻ ജഹന്നമ ഫീ ഗദി. മൗലിദ് പറയില്ലേ? മൗലിദ് എന്ന് പറഞ്ഞ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മദ്ഹ് കീർത്തനങ്ങൾ പലരും രചിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് രചിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നബിനെ പ്രശംസിച്ചുകൊണ്ടുള്ള മദ്ഹ് രചിച്ച ചില മൗലിദുകളിലൊക്കെ നബിനെ പ്രശംസിച്ച് ചില ഓവറായിട്ട് പിന്നെ ശരിയല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞതാണ്. അത് ചിലതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളും ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ യാ റബ്ബി സ്വല്ലി, പല മൗലിദുകളും നല്ല മൗലിദുകളുണ്ട്. ശരി. യാ റബ്ബി, എന്റെ നാഥ, സ്വല്ലി അലൻ നബി, എന്തായാലും അർത്ഥം സ്വല്ലി, നീ ഗുണം ചെയ്യണമേ. സ്വലാത്ത്, അള്ളാഹുവിന്റെ നബിന്റെ പേര് സ്വലാത്തില്ല. നബിന്റെ പേര് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബിക്ക് ഗുണം ചെയ്യണേ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാതെ നബിനോട് പ്രാർത്ഥിക്കാനല്ല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് പറയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചെയ്യണമേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർജ കൂട്ടാൻ. സ്വല്ലി അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത്, കരുണ ചെയ്യണമേ. അലൻ നബി മുഹമ്മദി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി. ഖലായിഖ് സൃഷ്ടികൾ, ജമ്മാണ്. മുൻജി എന്താണ്? അഞ്ചാ നജാത്ത്. അഞ്ചാ എന്താ? രക്ഷിച്ചു. അഞ്ചാ മുൻജി രക്ഷിക്കുന്നവൻ, സേവിയർ, രക്ഷകൻ ആത്യന്തികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ രക്ഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ലാഹു രക്ഷിച്ചാലേ രക്ഷയുള്ളൂ. പക്ഷെ അള്ളാഹു രക്ഷിക്കുന്നത് പലരും മുഖേനയാണ്. പലപ്പോഴും മനസ്സിലായില്ലേ? അള്ളാഹു സബബാക്കുകയാണ്. അള്ളാഹു നമുക്ക് രക്ഷക്കുള്ള മാർഗമാണ് എന്ത് ഖുർആൻ തന്നിരിക്കുന്നത്. അതാര് മുഖേന? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരിട്ടല്ല കിട്ടിയത്, നമുക്ക് ഇങ്ങനെ തലമുറകളായി കൈമാറി കിട്ടി. അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളെ രക്ഷിക്കുന്നവനാണ്. മിൻ ജഹന്നമ, ജഹന്നമിൽ നിന്ന്. ഷഫാത്ത് ചെയ്യുന്നില്ലേ? അള്ളാഹു അനുമതി കൊടുത്തത് പ്രകാരമാണ്. ഫീ ഗദി, നാളെ എന്ന് പറഞ്ഞാൽ പരലോകത്ത്. ശരിയല്ലേ? പരലോകത്ത് രക്ഷിക്കാൻ പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങ് രക്ഷിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹു കൊടുത്ത പരിധി വരെയാണ്. എല്ലാവരെയും രക്ഷിക്കാൻ കഴിയോ നബിക്ക് എല്ലാവരും രക്ഷിക്കാൻ കഴിയില്ല. ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളുകളെ രക്ഷിക്കാൻ കഴിയും. അതായത് അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് ജീവിച്ച, അള്ളാഹുവിൽ ശിർക്ക് പങ്കാളികളെ കൽപ്പിക്കാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന്റെ വിശദീകരണമായ സുന്നത്ത്, അതായത് ഹദീസൊക്കെ അനുസരിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ, അവർക്ക് ചിലപ്പോൾ ചെറിയ വ്യക്തികളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശുപാർശ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം. ശരിയല്ലേ? അല്ലാത്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യില്ല. ശരിയല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പിന്നെ ശുപാർശ ചെയ്യുന്ന പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച്, മുസ്ലിമായി മരിക്കണം. മുസ്ലിമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പേരുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ ശരിയായ മുസ്ലിങ്ങളായിട്ടുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അള്ളാഹു നമ്മളെ മുസ്ലിമായി മരിപ്പിച്ച വെള്ളം എന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ മുസ്ലിമായി മരിപ്പിക്കട്ടെ. ശരി. അപ്പൊ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു ഈമാൻ തെറ്റിയിട്ട് മരിപ്പിക്കാം. ശരിയല്ലേ? അങ്ങനെ സാധ്യതയുണ്ട്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളതാണ്. അപ്പം നബിന്റെ ഉമ്മത്തിൽപ്പെട്ട് തന്നെ നമ്മൾ മരിക്കണം എങ്കിൽ എന്ത് വേണം? നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക തന്നെ വേണം. അങ്ങനെ എന്ത് ചെയ്യും? കുറെ ആളുകൾ അപ്പൊ സ്വർഗത്തിൽ പോകും. അങ്ങനെ പിന്നീട് സുമ്മ അഊദു ഇലൈഹി, പിന്നെയും ഞാൻ എന്റെ നാഥന്റെ അടുത്ത്, അവന്റെ അടുത്തേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകും. വീണ്ടും റിട്ടേൺ. ഫൈദാ റഅയ്തു റബ്ബി മിസ്ലഹ്, വീണ്ടും ഞാൻ അള്ളാഹുവിനെ ഇതേപോലെ കാണും. സുജൂദിൽ വീഴും. പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ച അത്ര സുജൂദിൽ വീഴും. പിന്നെ വീണ്ടും തലയുയർത്തും. വീണ്ടും
അപ്പോൾ എന്ത് സംഭവിക്കും? സുമ്മാ അഷ്ഫാഖ്, വീണ്ടും ഷഫാഅത്ത് ചെയ്യും. ഉമ്മത്തിന് വേണ്ടിയാണ് നബി കഷ്ടപ്പെടുന്നത്. ഫയഹദ്ദു ലിഹദ്ദൻ ഫഉദ്ഖിലുഹുൽ ജന്ന, വീണ്ടും കുറച്ച് ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ആര് പ്രവേശിപ്പിക്കും? അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി കൊടുത്ത് നബി പ്രവേശിക്കും. ഫഉദ്ഖിലുഹുൽ ജന്ന ഫഖൂൽ അങ്ങനെ സുമ്മ അഊദു സാലിസത സുമ്മ അഊദു റാബിഅത, അങ്ങനെ ഞാൻ മൂന്നാം പ്രാവശ്യം നാലാം പ്രാവശ്യം ഇതേപോലെ ചെയ്യും. 2, 3, 4 തവണ ഇങ്ങനെ ചെയ്യും. അങ്ങനെ കുറെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഫഖുൽ, എന്നിട്ട് ഞാൻ പറയും, റസൂലുള്ളാഹി പറയാണ്, ഞാൻ പറയും, നബി പറയും, മാ ബഖിയ ഫിന്നാർ ഇല്ലാ മൻ ഹബസതുൽ ഖുർആൻ വവജബ അലൈഹിൽ ഖുലൂദ്. അവിടെയാണ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. എന്ത്? മാ ബഖിയ ഫിന്നാർ, നരകത്തിൽ അവശേഷിക്കുന്നത്. ഇത്രയും നബി ഷഫാഅത്ത് ചെയ്തു, എന്നിട്ടും നരകത്തിൽ ആളുകൾ അവശേഷിക്കുന്നു. ഇല്ലാ മൻ ഹബസതുൽ ഖുർആൻ, അവരെ ഖുർആൻ തടഞ്ഞു വെച്ചിരിക്കുക. അവർക്ക് ഇനി ഷഫാഅത്ത് പ്രയോജനപ്പെടില്ല. ഖുർആൻ തടഞ്ഞു വെച്ചിരിക്കുക. ഖുർആൻ അവർക്ക് ഷാഫിയായിട്ടില്ല. ഖുർആൻ ഷാഫിയാവണം. ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. ഖുർആൻ ഷാഫിയാവണമെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അപ്പം നിങ്ങൾ ഖുർആൻ തടഞ്ഞു വെച്ച ആൾക്കാർ മാത്രം അവിടെ ഉള്ളത്. വജബ അലൈഹിൽ ഖുലൂദ്, അവർക്ക് നരകത്തിൽ നിത്യവാസം, ഖുലൂദ് വാജിബായിരിക്കുന്നു, നിർബന്ധമായിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ കുറെ തെറ്റുകൾ ചെയ്തത് കാരണം ഒരു പക്ഷേ നരകത്തിൽ പ്രവേശിപ്പെടാവുന്നതാണ്. നരകത്തിൽ അവർ ശാശ്വതരല്ല. പക്ഷെ അവർക്ക് ഈമാനുണ്ട്, ഈമാനിന്റെ അംശം ഉണ്ട്. ഇങ്ങനെ ഈമാനിന്റെ ഒരു അംശം ഉള്ള ആള് ഒരിക്കലും നരകത്തിൽ ശാശ്വതമാവില്ല. അങ്ങനെ ഷഫാഅത്തും അങ്ങനെ പല കാരണങ്ങളാൽ അവർ എന്ത് ചെയ്യും? നിശ്ചിത സമയം, നിശ്ചിത കാലം നരകത്തിൽ അവർ വസിച്ച ശേഷം, അള്ളാഹു ഉദ്ദേശിച്ച കാലം നരകത്തിന് ശേഷം അവരെ അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പക്ഷെ ഈമാനില്ലാതെ മരിച്ച ആൾക്കാർക്ക് ഇത് സാധ്യമല്ല. ശരി. അപ്പം ഖുർആൻ അറസ്റ്റ് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട് കുറെ ആൾക്കാരെ. ഹബസാൻ പിടിച്ചു വെച്ചിക്ക, തടഞ്ഞു വെച്ചിക്ക, ഖുർആൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവർക്ക് പിന്നെ നരകത്തിലല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ഖുലൂദാണെന്നാണ്. അവർ ഖാരിജീങ്ങളാണ്. ഇവിടെ നരകത്തിൽ ശാശ്വതവാസികളാണ്. പലരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പിന്നെ ശാശ്വതവാസികളാണ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞെന്താണ്? ഈ മലക്കുകള് സുജൂദ് ചെയ്തു. ആർക്ക് മുമ്പിൽ സുജൂദ് ചെയ്തു? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സുജൂദ് ചെയ്തു. അത് ഏത് തരം സുജൂദാന്നാ പറഞ്ഞത്? അവമത്തിന്റെ സുജൂദാന്ന് പറഞ്ഞു അല്ലേ? അത് അടുത്തതിലാണല്ലേ പറഞ്ഞേ? അടുത്ത ആയത്ത്, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഉസ്ജുദു ലി ആദം, നിങ്ങൾ ആദമിന് ഉസ്ജുദു എന്നാണ്. പക്ഷെ കൂട്ടി അതുമ്പം ലിൽ മലായികത്തി ഉസ്ജുദു എന്നാണ്. ആ അലിഫ് സൈലന്റ് ആവും. മനസ്സിലായില്ലേ? ആദമിന് സുജൂദ്. ഫസജദു, അപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബാ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, ധിക്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ അല്ലാഹുവിനെ നിഷേധിച്ചവരിൽ, അല്ലാഹുവിനെ ധിക്കരിച്ചവരിൽ ഉൾപ്പെട്ടു പോയി. മനസ്സിലായില്ലേ? وهذا كرامة عظيمة من الله تعالى. ابن كثير رحمة الله عليه تفسير بيان لآدم امتن بها على ذريته حيث أخبر أنه تعالى أمر الملائكة بالسجود لآدم. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ, ആദ്യത്തെ മനുഷ്യൻ അല്ലേ, സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ച സന്ദർഭം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളായ മനുഷ്യരായ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ബഹുമാനിച്ചു, ആദരിച്ചു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മനുഷ്യരെ ആദരിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്ലീസ് പക്ഷേ സുജൂദ് ചെയ്തു. എല്ലാ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. അപ്പം ഇബ്ലീസ് മലക്കുകളോട് സുജൂദിനെ കൽപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്ലീസ് ഒഴികെ സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പം ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവരാണോ ജിന്നുകളിൽപ്പെട്ടവരാണോ എന്നുള്ള ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അപ്പൊ പ്രബലമായ വീക്ഷണം ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ട ആളാണെന്നാണ്. പക്ഷേ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു ഇബ്ലീസ്. മനസ്സിലായില്ലേ? ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ട ജിന്ന് വിഭാഗത്തിൽപ്പെട്ടതാണ്, പക്ഷെ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു എന്നതാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാനുള്ള കാരണം ന്യായം പറഞ്ഞതാണ്. ഇബ്ലീസിന് നല്ല നേതൃത്വം പിന്നെ ഈ ദുനിയാവിന്റെയും ഭൂമിയുടെയും അധികാരം കൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
ശരി. അങ്ങനെ ഇബ്ലീസ് ഒരു പൊങ്ങച്ചം വന്നു. അപ്പോ ഒരു അഹങ്കാരം, ഒരു ഡമ്പ്, ഒരു കിബിർ വന്നു. കാല ഇബ്ലീസ് പറഞ്ഞു ലാ അസ്ജുദു ലഹ്, ഞാൻ അവനെ സുജൂദ് ചെയ്യില്ല. വഅന ഖൈറും മിൻ, ഞാൻ അവനെക്കാളും മെച്ച, അവനെക്കാളും മെച്ച ഞാനാണ്. അക്ബർ സിന്ന, അവനെക്കാളും പ്രായം എനിക്കുണ്ട്. അഖ്വാ ഖൽഖ, അവനെക്കാളും നല്ല സൃഷ്ടിയാണ്, ശക്തിയുള്ള സൃഷ്ടിയാണ്, പവർഫുൾ ആയ സൃഷ്ടിയാണ് ഞാൻ. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീ കൊണ്ട് പടച്ചു. വഖലഖ്തഹു മിൻ തീൻ, നീ അവനെ മണ്ണ് കൊണ്ട് പടച്ചു. അപ്പൊ തീയെക്കാട്ടിലും മെച്ചം, അല്ല മണ്ണിനെക്കാട്ടിലും മെച്ചം തീയാണെന്നുള്ളതാണ് ഇബ്ലീസിന്റെ വാദം. യഖൂൽ ഇന്ന നാർ അഖ്വാ മിന തീൻ, പറയപ്പെടുന്നത് തീ പറഞ്ഞെന്താണ്, മണ്ണിനെക്കാട്ടിലും മെച്ചമാണല്ലോ തീ. കാല ഫലമ്മ അബാ ഇബ്ലീസ് അൻ യസ്ജുദ, സുജൂദ് ചെയ്യാൻ, ആദമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് സമ്മതിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യുന്ന ആദമിനാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയാണ് സുജൂദ് ചെയ്യാൻ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കലാണ് സുജൂദ് ചെയ്യാതിരിക്കൽ, ശരിയല്ലേ? അബിലസഹു, അള്ളാഹു എന്ത് ചെയ്തു, ഇബ്ലീസിനെ ഇബ്ലീസാക്കി. അപ്പോഴാണ് ഇബ്ലീസിന് ഇബ്ലീസ് എന്ന് വരുന്നത്. അതിന് മുമ്പ് ഇബ്ലീസ് അല്ല, ശരിയല്ലേ? അബിലസ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവൻ, ദൂരെയാക്കപ്പെട്ടവനാണ്. ആയസഹുമിനൽ ഖൈരി കുല്ലി, എല്ലാ നന്മയിൽ നിന്നും അവനെ അകറ്റി. ഷൈത്താന റജീം പറഞ്ഞാൽ എന്താ? തഅബ്ബുദ്, ഇസ്തിഅദാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? പറ. അപ്പൊ ഷൈത്താന റജീം പറഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാച്, അല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കണ്ട്, കാന ഇബ്ലീസു അഷ്റഫിൽ മലായികത്തി വഅക്റമിഹിം ഖബീല വകാന ഖാദിനൻ അലൽ ജിനാൻ വകാന ലഹു സുൽത്താനു സമാഇ ദുനിയ വകാന ലഹു സുൽത്താനു അൽ അർദ്, ഭൂമിയിലെ ആധിപത്യം ഇബ്ലീസിനുണ്ടായിരുന്നു, മലക്കുകളുടെ നേതാവായിരുന്നു എന്നൊക്കെ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വകാന ഇബ്ലീസു റഈസുൽ മലായികത്തി സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലെ മലക്കുകളുടെ നേതാവായിരുന്നു, അല്ല മൊത്തം മലക്കുകളുടെ നേതാവായിരുന്നു, മലക്കുകളിൽപ്പെട്ട ഒരാളായിരുന്നു എന്നും അതേപോലെ പല പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ സുജൂദ് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്ലീസും ഉണ്ടായിരുന്നു. പക്ഷെ ഇബ്ലീസ് ജിന്നിൽ വർഗത്തിൽപ്പെട്ടതായിരുന്നു ഖുർആനിലുണ്ട്. ഇനി ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ, സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ, സുജൂദ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ സുജൂദിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഖാല ബാബുന്നാസ്, തഫ്സീർ ഇബ്നു കസീർ പറയുന്നു, കാന ഹാദാ സുജൂദു തഹിയ്യത്തിൻ വസലാമിൻ വഇക്റാമിൻ കമാ ഖാല തആല ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا. ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ തഹിയ്യത്തിന്റെ അല്ലെങ്കിൽ സലാമിന്റെ അളമത്തിന്റെ സുജൂദ്, ഇബാദത്തിന്റെ സുജൂദ് അല്ല. ഈ മലക്കുകൾ ആരുടെ മുമ്പിൽ? ആദമിന്റെ മുമ്പിൽ അള്ളാഹു കൽപ്പിച്ച പ്രകാരം ആ സമയത്ത് ചെയ്ത സുജൂദ്, മനസ്സിലായില്ലേ എന്ന് ആണ് പറയുന്നത്. ഏതുപോലെ യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത്, യൂസുഫ് നബിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ കൊട്ടക്കണത്തിന് കൊണ്ടേറ്റു. യാക്കൂബ് നബിയുടെ മകനായിരുന്നു യൂസുഫ് അലൈഹി ഇസ്ലാം, അല്ലെ? യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു സഹോദരനാണ് ബിന്യാമീൻ. യൂസുഫ് നബിയും ബിന്യാമീനും ഒരു ഉമ്മയിലുള്ളതും. വേറെ എത്ര മക്കളുണ്ടായിരുന്നു? വേറെ അവരൊക്കെ പറയേ 10 മക്കളുണ്ടായിരുന്നു, മുമ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പം 10 മക്കളുണ്ടായിരുന്നു. ഈ 10 മക്കൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടൊരു ദേഷ്യം വന്നു. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടു, എന്ത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യൂസുഫ് നബി മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ട്, അല്ലേ? ഇതിനെ കുറിച്ച് യാക്കൂബ് നബിയുടെ പിതാവിനോട് വന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ യൂസുഫ് നബിയോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ആർക്ക്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്. അപ്പം പിന്നെ അങ്ങനെ ഒരു തോന്നൽ ആർക്കും തോന്നി? ഈ 10 മക്കൾക്ക് തോന്നി. മറ്റൊരു ഭാര്യയിലുള്ള 10 മക്കൾക്കും അങ്ങനെ തോന്നുകയും ചെയ്തു. അങ്ങനെ അവർ യൂസുഫ് നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, പൊട്ടക്കണത്ത് കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ പൊട്ടക്കണത്ത് കൊണ്ടിട്ടു. അവിടെ പക്ഷെ ഒരു യാത്രാസംഘം, ഒരു കച്ചവട സംഘം അതുവഴി വന്നു. അവർ പിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിനെ വിറ്റു. ഈ വാങ്ങിയതാരായിരുന്നു? പിന്നെ മിസ്ർ ഭരിച്ചിരുന്ന രാജാവിന്റെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒരു താല്പര്യം തോന്നി വാങ്ങാൻ. അങ്ങനെ ആ ഭർത്താവിന്റെ സമ്മതപ്രകാരം ഒരു വാങ്ങിയ കൊട്ടാരത്തിൽ വളർന്നു. കൊട്ടാരത്തിൽ വളർന്നു വന്നപ്പോൾ സുലൈഖ എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ പേര്. അവർ യൂസുഫ് നബിയിൽ ആകൃഷ്ടയായി. അവർ യൂസുഫ് നബിയെ അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ അവരൊരു കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി യൂസുഫ് നബീനെ റൂമിൽ കൊണ്ടുപോയി പിന്നെ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ യൂസുഫ് നബി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാതിൽക്കലേക്ക് ഓടി. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പം ആരാണ്?
അവിടെ ഇവരുടെ ഭർത്താവ് ഇരിക്കുന്നു അല്ലേ, ഭർത്താവ് നിൽക്കുകയാണ്. അങ്ങനെ ഈ അപ്പൊ ആര് പ്ലേറ്റ് മാറ്റി? സുലൈഖ ബീവി എന്ത് പറഞ്ഞു? സുലൈഖ പറഞ്ഞു ഇത് എന്നെ പിടിക്കാൻ വന്നു, ഇദ്ദേഹമാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? സുലൈഖ ബീവിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോവായിരുന്നു യൂസുഫ് അലൈഹി ഇസ്ലാം. അങ്ങനെ അവിടെ അപവാദ പ്രചരണങ്ങളൊക്കെ വന്നപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് ജയിലാണ് ഇതിലേറെ മെച്ചം പറഞ്ഞു. അങ്ങനെ ജയിലിലടക്കപ്പെട്ടു. 2 കുറ്റവാളികൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുറ്റവാളികളോട് അവർക്ക് 2 സ്വപ്നങ്ങൾ അവർ കണ്ടു. ആ സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അതിൽ ഒരാളുടെ സ്വപ്നം എന്തായിരുന്നു? പിന്നെ ഇയാള് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, ഇയാൾ രാജാ കൊട്ടാരത്തിൽ തന്നെ ഇയാൾക്ക് വീണ്ടും ജോലി കിട്ടും. ഈ രാജാവിന് ഇങ്ങനെ വീഞ്ഞൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ജോലി ഇയാൾക്ക് കിട്ടും എന്നുള്ളതാണ്. മറ്റേ ആളുടെ സ്വപ്നം മോശമായ സ്വപ്നമായിരുന്നു. അങ്ങനെ അയാളോട് പറഞ്ഞു എന്റെ കാര്യം രാജാവിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ മറന്നുപോയി. അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നത് 12 വാക്കുകളാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ഇതിനു വേണ്ടി ഉപയോഗിച്ചതാണ്, ഇത് പറയാൻ വേണ്ടി. 12 കൊല്ലം പക്ഷേ ഇയാൾ മറന്നുപോയി. അപ്പൊ അള്ളാഹുവിനോട് ഈ ഒരു നബി യൂസുഫ് നബി രാജാവിനോട് കാര്യം പറയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് പ്രകാരം 12 കൊല്ലം യൂസുഫ് അലൈഹി സ്വലാം എന്റെ കാര്യം ആര് മറന്നു? ഇയാള് മറന്നു. അങ്ങനെ അവസാനം രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു രാജാവിന്റെ സ്വപ്നം? 7 കേട്ടിട്ടില്ലേ? 7 പശുക്കള്, 7 തടിച്ച പശുക്കളും 7 അവർക്ക് പറയാം. അങ്ങനെ ഈ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കൾ അല്ലേ? അതേപോലെ കതിര്, ഉണങ്ങിയ കതിരും പച്ചക്കതിരും. അങ്ങനെ എന്തിന്റെ കാര്യങ്ങൾ, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി രാജാവ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി, പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടി. അവർക്കൊന്നും ഇതിന്റെ വ്യാഖ്യാനം കിട്ടിയില്ല. അവസാനമാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, ഈ രാജകൊട്ടാരത്തിലുള്ള ആൾക്ക് ഓർമ്മ വന്നത് യൂസുഫ് നബിന്റെ കാര്യം. അങ്ങനെ യൂസുഫ് നബിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരപ്പെട്ടു. യൂസുഫ് നബി പറഞ്ഞു ഈ മിസ്റിൽ ഈ 7 ക്ഷാമകാലവും 7 ക്ഷേമകാലവും വർഷം വരും. ക്ഷേമത്തിന്റെ 7 വർഷങ്ങളും ക്ഷാമത്തിന്റെ 7 വർഷം വരും. അപ്പൊ എന്ത് ചെയ്യണം? ക്ഷേമത്തിന്റെ വർഷങ്ങളിൽ ധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കണം ക്ഷാമത്തിന്റെ വർഷങ്ങളിലേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് സന്തോഷമായി. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അവിടെ നിയമിച്ചു. എന്ത്? ജയിലിനൊക്കെ മോചിപ്പിച്ചിട്ട് അവിടെ നിയമിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടും ചെയ്തു. അതിന്റെ മുമ്പ് തന്നെ അറിയാം യൂസുഫ് അലൈഹി ഇസ്ലാം നിരപരാധിയാണ്. പക്ഷെ ഒരു അള്ളാഹുവിനോട് ഇങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് കാരണം അതൊരു നിമിത്തമായി ജയിലിൽ പോകാനുള്ളതാണ്. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ രാജാവല്ല സത്യത്തിൽ, പക്ഷെ എങ്കിലും രാജാവിനേക്കാളും ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള സ്ഥാനത്തായിരുന്നു. ഭക്ഷ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ട്രഷറി മന്ത്രിയായിരുന്നു. ഖജനാവ് സൂക്ഷിപ്പുകാരനായി അവിടെ. രാജാവ് വേറെ ആളാണ്. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അവിടെ രാജാവായിരിക്കുമ്പം ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നാട് ഇവിടെ കൻആൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മിസ്റിലല്ല. മിസ്റിലാണ് ഇവിടെ ഭരിക്കുന്നത് അല്ലേ? അവിടെ ഈ സമീപ പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇവിടെ ഭക്ഷ്യധാന്യത്തിന് വേണ്ടി അവിടെയൊക്കെ ക്ഷാമമുണ്ട്, ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ ആര് വന്നു? സഹോദരന്മാരും വന്നു. സഹോദരന്മാർക്ക് മനസ്സിലായില്ല ആദ്യം ആര്. അങ്ങനെ അവർ 1-2 പല തവണയൊക്കെ വന്നു. അങ്ങനെ പിന്നീട് അവസാനം അത് ചുരുക്കി പറഞ്ഞാൽ യാക്കൂബ് നബിയും ഈ സഹോദരന്മാരും ബുന്യാമീനും എല്ലാവരും ഇവിടെ വന്നു. അവസാനം യൂസുഫ് അലൈഹി സ്വലാമിന്റെ നിർദ്ദേശപ്രകാരം അവരെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ആ ഒരു സന്ദർഭമുണ്ട്. യൂസുഫ് അലൈഹി സ്വലാം മാതാക്കളെ ആ സന്ദർഭത്തെ കുറിച്ച് പറയാം. യൂസുഫ് അലൈഹി സ്വലാം ഈ സിംഹാസനത്തിലേക്ക് ഉയർത്തി ആരെ? തന്റെ മാതാപിതാക്കളെ. അപ്പൊ എല്ലാവരും കൂടി സുജൂദിൽ വീണു യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ. അത് ഇബാദത്തിന്റെ സുജൂദല്ല, അളമത്തിന്റെ സുജൂദാണ്. ശരി, ആദരവിന്റെ സുജൂദാണ്. ശരി. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് അപ്പൊ എന്ത് പറഞ്ഞു? ഫഖാല, അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ അബതി, അല്ലയോ എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഹാദാ തഅ്വീലു റുയായ, എന്റെ ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്. മിൻ ഖബൽ, മുമ്പ്. ഖദ് ജഅലഹാ റബ്ബി ഹഖ, അത് അല്ലാഹു ആ സ്വപ്നത്തെ സത്യമാക്കി പുലർത്തിയിരിക്കുന്നു. അപ്പൊ ആരാണ് 11 പേര്? 10 സഹോദരന്മാര്, പിന്നെ ഒരു സഹോദരൻ യൂസുഫ് നബിയുടെ നേരെ സഹോദരൻ, ഒരേ ഉമ്മയിലും ഉള്ള ബുന്യാമീൻ. പിന്നെ സൂര്യനും ചന്ദ്രനും ആരാണ്? ഉപ്പയും ഉമ്മയും. ശരി. അപ്പൊ ഈ സുജൂദ്, ഇതുപോലെ സുജൂദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയാം, വഖദ് കാന ഹാദാ മശ്റൂഅൻ ഫിൽ ഉമമിൽ മാദിയ. അതായത് സുജൂദ് ചെയ്യുന്നത്, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ സുജൂദ് ചെയ്യുന്നത് പഴയ കാലത്തെ സമൂഹങ്ങളിൽ
നിയമമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. ഇത് ഇബാദത്തിന്റെ അല്ല, അളമത്തിന്റെ അല്ലെങ്കിൽ തഹിയ്യത്തിന്റെ സലാമിന്റെ സുജൂദ്. വലാകിന്നഹു നസഖ ഫിൽ മില്ലത്തിനാ, പക്ഷെ നമ്മുടെ മില്ലത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ അത് എന്ത് ചെയ്തു? നസഖാക്കപ്പെട്ടു, അത് റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു. എന്ന് പറയാണ്, ഞാൻ ഷാം സന്ദർശിച്ച സമയത്ത് അവിടെ അവിടുത്തെ പുരോഹിതന്മാരൊക്കെ അവിടെ സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. പുരോഹിതന്മാർക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ജനങ്ങൾ അവരുടെ ഉലമാക്കൾക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് താങ്കളാണ് ഏറ്റവും സുജൂദ് അർഹൻ. അപ്പൊ താങ്കൾക്ക് ഞാൻ നിങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പൊ നബി എന്ന് പറഞ്ഞു, ഫഖാൽ ലൗ കുന്തു ആമിറൻ ബശറ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ മിൻ അളമി ഹഖ്ഖിഹി അലൈഹാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. അത്രമാത്രം ഹക്ക് അവകാശങ്ങൾ ഭർത്താവിന് ഭാര്യയ്ക്ക് മേലും, ഭാര്യയ്ക്ക് ഭർത്താവിന് മേലും, ഭർത്താവിന് ഭാര്യന് മേലൊക്കെ അവകാശങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പിന്നീട് പഠിക്കാം. ഇനി അങ്ങനെ എന്താകട്ടെ, സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തത് മലക്കുകൾ സുജൂദ് ചെയ്തത് എന്തടിസ്ഥാനത്തിലാണ്? സുജൂദുൽ മലായികത്തി വഹിയ ത്വാഅത്തുൽ ഇല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ അനുസരിച്ചതാണ് അല്ലേ, അല്ലാതെ ആദമിനെ ഇബാദത്ത് ചെയ്തതല്ല. ലിഅന്നഹാ ഇംതിസാലു ലിഅംരിഹി തആല, അല്ലാഹുവിനോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പന അനുസരിച്ചു എന്ന് മാത്രം മലക്കുകൾ അല്ലേ, അതിനുവേണ്ടിയാണ് സുജൂദ് ചെയ്തത്. ഈ കിബർ കാരണമാണ് ഇബ്ലീസ് എന്ത് ചെയ്തു? ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്തില്ല. കാരണം അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ സുജൂദ് ചെയ്തു അല്ലേ. പക്ഷെ അള്ളാഹു പറഞ്ഞത് സുജൂദ് അനുസരിക്കണം എന്നാണ് അർത്ഥം. അള്ളാഹു അളമത്ത് കൊടുത്തതിന് നമ്മളും അളമത്ത് കൊടുക്കണം. അള്ളാഹു അളമത്ത് കൊടുത്ത സ്ഥലത്തിന് നമ്മളും അളമത്ത് കൊടുക്കണം. അള്ളാഹു അളമത്ത് ചെയ്ത മഹാന്മാർക്ക് നമ്മളും അളമത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷേ നമ്മൾ സുജൂദ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? സുജൂദ് ചെയ്യൽ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ കിബർ പാടില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബർ. ഒരു ആളുടെ ഹൃദയത്തിൽ മിസ്ഖാല ഹബ്ബത്ത്, ഒരു ധാന്യമണിയോളം അല്ലെങ്കിൽ ഒരു കടുക് മണിയോളം കിബർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.